പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കും. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഫലമായി ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ, അവരും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഈശോ മനുഷ്യകുലത്തെ രക്ഷിച്ചത് തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്. ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിച്ച യേശു തമ്പുരാൻ ദുഷ്ടനിൽ നിന്ന്, സാത്താനിൽ നിന്ന്, അന്ധകാര ശക്തികളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സ്വയം വിശുദ്ധീകരിക്കുന്നുവെന്ന് ദൈവമായ പരമപരിശുദ്ധനായ സർവശക്തനും നിത്യനുമായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. നാം ഈ ലോകത്തിലാണെങ്കിലും ഈ ലോകത്തിൻ്റെതല്ല എന്ന ദൈവിക പക്വതയോടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച ഈശോ നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും നിത്യരക്ഷ ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം വിശുദ്ധീകരണത്തിലൂടെ കടന്നു പോകണമെന്ന് പഠിപ്പിച്ചു. ക്രിസ്തുനാഥൻ തന്നെ തന്നെ വിശുദ്ധീകരിച്ചത് ദൈവപിതാവിൻ്റെ ഹിതം പൂർണ്ണതയിൽ നിറവേറ്റിയാണ്. അവിടുന്നേറ്റ പരിഹാസങ്ങൾ, ചമ്മട്ടിയടികൾ, മുൾമുടി, കുരിശിൻ്റെ വഴി, കുരിശു മരണം നമുക്ക് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്തു. ദൈവമക്കളെ, നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും രക്ഷ സാധിക്കാൻ നാം കടന്നു പോകേണ്ട വിശുദ്ധീകരണ വഴി, കണ്ണീരിൻ്റെ വഴി, ആ വഴിയെ നടന്നു തുടങ്ങാം. യേശുവോടൊപ്പം, യേശുവിനെ പോലെ. യേശു നാമത്തിൽ സകലരും രക്ഷിക്കപ്പെടട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.